വളരെ പരിചിതമായ ഒരു വാക്യം വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ച. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. സഭായോഗമായി കൂടുവാൻ അവിടുന്ന് കൃപ നൽകി. അവിടുത്തെ ദാസിദാസന്മാരെയും ശക്തീകരിച്ചതിനാലും ശുശ്രൂഷകൾ ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ കൃപ ചെയ്തതിനാലും സ്തോത്രം. ഇംഗ്ലീഷ് വർഷിപ്പിലും മെസ്സേജിലുമൊക്കെ അവിടുത്തെ കൃപ ചൊരിഞ്ഞു. മലയാളം വർഷിപ്പിലും അവിടുത്തെ മഹനീയ സാന്നിധ്യം പകരുന്നതോർത്ത് സ്തോത്രം. സാക്ഷ്യം പ്രസ്താവിച്ചവരെയും ആശീർവദിക്കണം. പ്രാർത്ഥനാ വിഷയത്തിൽ ആയിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. തുടർന്ന് അല്പമിനിറ്റുകൾ തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ആശിക്കുന്നു. എളിയവനെ ബലപ്പെടുത്തണം, പുത്രനെ മഹത്വപ്പെടുത്തണം, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗ്ഗം ഊഹിക്കാവതോ കാണും ഗഗനതലം അതു മനുജഗണനയും അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹിമയെ വാഴ്ത്താനാവതോ സൗഖ്യം ദേശമെങ്കിലും ഉരപ്പാനീരോ സൗഖ്യം ദേശമെങ്കിലും ഉരപ്പാനീരോ മണവറയ്ക്കടുത്തു നീയണയും സമയത്തോ മണവറയ്ക്കടുത്തു നീയണയും സമയത്തോ ശ്രീമഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗ്ഗാഗാമിനി ഗണം അധിക കുതുകമോടാതര അരികെ വരും തവ കൈകളെ കാന്തൻ പിടിക്കും മോദവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ പോകുവാൻ നിത്യ സ്നേഹഭാവനത്തിനുള്ളിൽ പോകുവാൻ ബാലസൂര്യകാന്തി കോലും ചേലഴും ചിറകിനാൽ നീ മേലുലകം കടക്കുന്നേ പോര കനകമണി ഒരു ഗണിക സുതരോട് സഹിതമാടിയിലാണിടും തവ ബാബിലോൺ ശിക്ഷയ ഘോരവീക്ഷയെ കാൺമാൻ ബാലനീവ നേഗണം നിൻവേക്ഷയെ കാൺമാൻ ബാലനീവ നേഗണം നിൻവേക്ഷയെ നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിൽ അമ്പ് നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിൽ അമ്പ് മുങ്ങിലേക്കുന്നു ദിവ്യജ്ഞാനികൾ മുങ്ങിലേക്കുന്നു ദിവ്യ നിന്റെ നന്മൊഴി കരികണയുവതിനൊരു നവ്യമയസയൻസുമില്ലതു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ തെല്ലും ഉണ്മയറിയുന്നതില്ലേ മാനികൾ തെല്ലും ഉണ്മയറിയുന്നതില്ലേ അത്തിമരത്തിന്റെ കായ്കൾ വ്യക്തമായി പാഴൂത്തിടുന്നു ഗോസ്തനി വല്ലിക
കായ്കൾ പൂത്തു വീഴുന്നു. ഗന്ധം സ്വസ്ഥരെങ്കിലും ഈ പ്രപഞ്ചരസം ശ്വസിച്ചുണർവറ്റുപോയൊരു ശിഷ്ടരിൻ നാസികാഗ്രത്തിൽ യേശുന്നു. അവർ ലബ്ധരായി സുവാർത്തയോദാൻ പേശുന്നു. അവർ ലബ്ധരായി സുവാർത്തയോദാൻ പേശുന്നു. മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന, മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. ലളിത കൃപയുടെ പരുഷമനുതി അനുഭവി പതിനരുളണേ സഭയാകുമി പുഷ്പമാം സാധുനൈതരിൽ. നിന്റെ പാലനം അല്ലാതെ എന്തി പൈതലിൽ, നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ, നിന്റെ പാലനം അല്ലാതെ എന്തി പൈതലിൽ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. ഇത് വളരെ നന്നായിരിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് 2 പാട്ടുകൂടെ പാടും. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സഭായുഗത്തിൽ സംബന്ധിപ്പാൻ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും ആയിരിക്കുന്ന അദ്ദേഹം എന്നെ പ്രിയനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദരണീയ കർത്തദാസൻ ബേച്ചായനും കുടുംബത്തിനും ഈ മാന്യസഭയിൽ അദ്ദേഹത്തോടു കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സഹശുശ്രൂഷകന്മാരായ എല്ലാ ബഹുമാന്യ കർത്തദാസന്മാരും, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ഇവിടെ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ, ഈ സഭായുഗത്തിൽ അതിഥികളായിട്ടും ആദ്യമായിട്ടും വിശേഷിച്ച് ഈ സ്ഥലസഭയുടെ മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഓൺലൈനിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഇപ്പോൾ പലരും ഈ സഭായുഗത്തിൽ സംബന്ധിക്കുന്നു. അങ്ങനെ ഈ സഭായുഗത്തിൽ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവിൽ സമീപസ്ഥരായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് അറിവുള്ളതുപോലെ ചില നാളുകൾക്ക് മുമ്പ് ഒരു സഭായുഗത്തിലൂടെ സംബന്ധിച്ചു വന്ന് ദൈവദാസനില്ല, എന്നിരുന്നാലും ശുശ്രൂഷയ്ക്ക് അവസരവും തന്ന് വളരെ മാന്യമായി ദൈവമക്കളെല്ലാം സഹകരിച്ചു. അതിന് ശേഷമായിട്ട് അദ്ദേഹവുമായിട്ട് ഞാൻ കണ്ട് വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഇനിയും വിവരിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എപ്പം നിർത്തണം, 12:30 കഴിഞ്ഞ് നിർത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കുന്നില്ല. പലരും സാക്ഷ്യം പ്രസ്താവിപ്പാനും പല കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചാൽ വന്നത്, എന്നാൽ എനിക്ക് സമയം അനുവദിച്ചു തന്നു. അതിൽ നിങ്ങളോടും നന്ദിയുള്ളവനായിട്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലയിടങ്ങളിൽ ശുശ്രൂഷകൾക്ക് ചെല്ലുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇച്ചിരി സമയം തരുന്നെങ്കിൽ വിളിക്കാവും, ഇല്ല ഞാൻ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം. ഇന്നിടത്ത് നിന്ന് വന്നു, ഇന്നയാളാ ഇന്നതുപോലെ, അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഒരാളോട് പറഞ്ഞു, ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് എന്നാൽ അവർക്കും പ്രയോജനം വേണം, എനിക്കും പ്രയോജനം വേണം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സാങ്കേ ഗണിക്കട്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നവർക്ക് പ്രയോജനമാകണം. അപ്പം അത് അല്പസമയം ലഭിച്ചെങ്കിലേ ഒക്കൂ. അല്പം കൊണ്ടും അധികം കൊണ്ടും ഒക്കെ ദൈവം പ്രവർത്തിക്കും. എന്നാൽ എനിക്ക് ഇത്രയും സമയം നിങ്ങൾ സാക്ഷ്യമൊക്കെ ചുരുക്കി എനിക്ക് തന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇനി കവിവാചകം പോലെ തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രിയ അലക്സ് ചായനും കുടുംബവും ആരാധനയെ സംബന്ധിക്കുന്നു.
ഇവിടെ ഇരിക്കുന്ന പലരെയും പരിചിതരാണ്. കുമ്പനാട് കൺവെൻഷന് വന്നപ്പോൾ പല സഹോദരന്മാരെ കണ്ടു, അവർ കൂട്ടായ്മ കാണിച്ചു. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെയും പേര് തിട്ടമില്ല. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ദൈവം കൃപ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം ഇവിടെ ഡാലസിലെ കൺവെൻഷനായിരുന്നു. അപ്പോൾ സഭായോഗത്തിനിവിടെ സംബന്ധിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു. അടുത്ത 7, 8, 9 അവിടെ ഡാലസിലെ ചർച്ച് ഓഫ് ഗോഡിലെ കൺവെൻഷന്. അതിനുശേഷമായിട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം അമേരിക്കയുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ കൺവെൻഷനും യോഗങ്ങളുമുണ്ട്. ഫ്ലോറിഡയിലും ന്യൂയോർക്കിലുമൊക്കെ ആയിട്ട്, ഫിലഡൽഫിയയിൽ. എനിക്ക് ഇവിടുത്തെ പേരുകളെല്ലാം പറയാൻ അത്ര നാക്ക് വഴങ്ങുകയല്ല. അപ്പം ഞാൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ അതങ്ങ് ക്ഷമിച്ചേക്കണം. അപ്പം അവിടെയൊക്കെ ദൈവം അനുവദിക്കുന്ന പക്ഷം ചെന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകണം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ബൈബർഗീസ് പാസ്റ്ററുടെ ബന്ധുക്കാരൻ ആണല്ലോ അച്ചൻകുഞ്ചായൻ. കഴിഞ്ഞ കൺവെൻഷൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ വെച്ച് ഫോണിൽ കൂടി അദ്ദേഹം ഇവിടെ ഇരുന്ന് ഞാൻ നാട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. കൂട്ടായ്മകൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി മറ്റ് മുഖവരകളൊന്നും ഞാൻ പറയുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും, നിങ്ങളെ മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കണം. ശ്വാസം വിടണം. ഇടയ്ക്ക് സ്തോത്രം പറയണം. കൈയടിക്കാനും എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യാൻ അങ്ങനെ പ്രേരണ വലുതായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അഥവാ കിട്ടിയാൽ അതങ്ങനെ അങ്ങ് ചെയ്തോണം. ഒന്നാമത് നമുക്കെല്ലാം പല ദീനങ്ങളുള്ളതാണ്. പിന്നെ മസിൽ പിടിച്ചിരുന്നാൽ ഇത് കൂടും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നിലയിലും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾക്കറിയാം, നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ സിംഹഭാഗ ലേഖനങ്ങളും പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. നിങ്ങൾക്കറിയാം, 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലൂസ് എഴുതിയ ലേഖനമാണ്. ഇഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് തരംതിരിച്ച് പഠിക്കുമ്പോൾ രക്ഷാതത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായ ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമുണ്ട്. ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിലെ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? ഒറ്റവാക്കിൽ സാധാരണ ആൾക്കാർ പറയും, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. ഈ 2 ലേഖനം നാം പഠിക്കുമ്പോൾ 2 ലേഖനത്തിൽ 2 വിഷയമാണ് പ്രധാനമായിട്ട്. ആ 2 വിഷയം 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷതയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളിങ്ങനെ പമ്മി ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷത, അത് 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2 എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അന്തിക്രിസ്തു എന്നൊക്കെ ചിലർ പറയാറുണ്ട്, പ്രസംഗിക്കാറുമുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കിയപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയാനാ താല്പര്യപ്പെടുന്നത്. എന്നാലും അത് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു ഉണർവില്ല. അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ ലുലിയ പറയും.
അപ്പൊ എന്തായാലും രണ്ട് പ്രത്യക്ഷത, രണ്ട് വ്യക്തികളുടെ പ്രത്യക്ഷത. ഒന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ട് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം, 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം 2:9 വായിച്ചോ തെളിവിനെ. 2-ാം ലേഖനം 2:9. ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ 2-ാം ലേഖനം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. ലേഖനമാ വായിച്ചെന്നാ തോന്നുന്നത്. ആണോ? 1ഉം 2ഉം തെറ്റരുത്. അതോ ഞാൻ ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട. അപ്പോൾ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിന് സ്വഭാവവും ആ സന്ദർഭവും അനുസരിച്ച് പല പേരുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എതിർ ക്രിസ്തു, അവൻ വരുവാനുള്ള പ്രഭു, തുമ്പുകെട്ട ഇടയൻ, അവൻ നാശകൻ, അവൻ അധർമ്മമൂർത്തി, ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി യാതൊരു ഉത്തരവാദിത്വമില്ല. അതെ, ആ ഭാഗം ഇടുക. നമ്മൾ വായിച്ചത് 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണല്ലോ നമ്മുടെ പ്രതീക്ഷ, ആശയം. സ്തോത്രം. മുന്നേയിടും നാമന്നീ, മുന്നേയിടും നാമന്നീ, എന്നും മാറാതിരുന്നവനീ, മുന്നേ ഇരുന്നവനീ, എന്നും മാറാതിരുന്നവനീ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം, സുന്ദര രക്ഷകനേ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 1-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം, 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അല്ലയോ? 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ന്റെ 13, 4-ന്റെ 13 മുതൽ താഴോട്ടും 5-ന്റെ 23. പെട്ടെന്ന് വായിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു, അടുത്തത് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അപ്പൊ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് ഒരു സന്തോഷവും ഇല്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് പാസ്റ്റർമാരെ ഇളക്കിടയ്ക്ക് ഇളക്കുമല്ലോ. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ചെല്ലി പറഞ്ഞ പോരാ പോരാന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനൊന്നും അല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. എടത് പറഞ്ഞാലും പറഞ്ഞില്ലേലും പ്രത്യാശയുടെ വചനം കേൾക്കുമ്പം അന്നേരം ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഇത് IPC തന്നെ ആണല്ലോ. ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രതീക്ഷ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവാ. സ്തോത്രം.
അവിടെ വായിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ കർത്താവാകുന്ന മിശിഹാനമ്പുരാൻ പ്രത്യക്ഷപ്പെടാൻ പോവുക. 2:19 വായിച്ചോ. 2:19 ഇങ്ങനെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ പ്രത്യക്ഷത അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക, യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. യേശു പ്രത്യക്ഷപ്പെടും, ഉറപ്പാ. ഇനി 3:13 വായിരേ. നമ്മുടെ കർത്താവായ, രണ്ടുപേരും മഴക്കുണ്ടാക്കരുത്, രണ്ടുപേർക്കും വാക്യം തരാം, ഇഷ്ടം പോലെ വാക്യമുണ്ട്. വായിച്ചോ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു. അവിടെ ആരാ വായിക്കുന്നത്? സഹോദരിമാരുടെ കൂട്ടത്തിൽ ആരാ വായിക്കുന്നത്? ലാലി വായിക്കും. വായിക്കും. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെ ഈ 3-ാം അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4:13 മുതൽ നമ്മൾ സെക്രട്ടറി വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തപോലെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവനെയും അവരോട് കൂടെ വരുത്തും. അടുത്ത വാക്യമായിര്, കർത്താവിന്റെ പ്രത്യക്ഷത. കേറി കൊത്തരുത്, ഇവിടെ കൊടുത്ത് ഞാൻ വിടാ. കാലിക്ക് പിന്നെ തരാം. ഇവിടെ വായിര്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. Praise the Lord. Praise the Lord. Hallelujah. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷം. കാകള ധ്വനിയിങ്കൽ ഓ ചടിയുടെ ഉയർത്തിട് തിരുമുഖം കാൺമാൻ. ചടിയുടെ ഉയർത്തിട് തിരുമുഖം കാൺമാൻ. വരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിൻമുഖ പരനേ നിൻമുഖ പരനേ നിൻമുഖ പരനേ നിൻമുഖം കണ്ടുകൊതി തീരാനുണ്ട് എനിക്കാശ. കണ്ടുകൊതി തീരാനുണ്ട് എനിക്കാശ. ഹല്ലേലൂയ. ഒരു കാര്യം അഭിനന്ദിക്കട്ടെ. പഴയ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ചിലര് കൂടെ പാടുന്നതിൽ അഭിനന്ദിക്കുന്നു. അതങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. പുതിയ പാട്ട് മോശമാണെന്നല്ല, ചിലത് മോശമാ. സ്തോത്രം. എല്ലാം മോശമല്ല, ചിലത്. ആട്ടെ, എന്റെ വിഷയം അതല്ലല്ലോ, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിലും വളരെ സ്പഷ്ടമായിട്ട് എഴുതി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. പിന്നെ 16-ാം വാക്യം മുതൽ നമുക്കെല്ലാം മനപ്പാഠം, എല്ലാവർക്കും അറിയാവുന്നതാ, കൊച്ചുങ്ങൾക്ക് വരെ അറിയാം. കർത്താവ് താൻ. ആട്ടെ, ഇനി 5-ാം അധ്യായത്തിന്റെ 23 ലാലി അത് തന്നെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടും. ആത്മാവും പ്രാണനും ദേഹവും എങ്ങനെ ഓർഡർ? ആത്മാവ്, പ്രാണൻ, ഇംഗ്ലീഷിൽ അങ്ങനെയാണോ ഓർഡർ? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അങ്ങനെയാണേ. ഒടുവിലാണോ ബോഡി? ആട്ടെ, അല്ലൊരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഡാളസ് IPC വന്നതല്ലേ. അപ്പൊ ദൈവം വെച്ച ഓർഡർ കണ്ടോ? എന്നിട്ട് ആത്മാവും പ്രാണനും ദേഹം. ഗതികേട് കൊണ്ടാണോ, പഠിപ്പീരിന്റെ ഒക്കാഴിയ കൊണ്ടാണോ, പരുവക്കേട് കൊണ്ടാണോ, നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞത്. ദേഹം ദേഹി നേരെ നമ്മൾ തിരിച്ചു. ദൈവം വെച്ചിരിക്കുന്ന ആത്മാവ് പ്രാണൻ ഓർഡർ നമ്മൾ നേരെ തിരിച്ചിട്ടു. ദേഹം അല്ല, ദൈവം വെച്ച ഓർഡർ തെറ്റുന്നിടത്തെല്ലാം പ്രശ്നമാ. ദൈവം എല്ലാത്തിനും ഓരോ ഓർഡർ ഇട്ടിട്ടുണ്ട്, ക്രമമുണ്ട്. ആ ക്രമം എവിടെ തെറ്റും അവിടെ എല്ലാം പ്രശ്നം. വഴക്കുണ്ടാക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. വിവാഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പിന്നെ
എന്നാ ഒരു അമാന്തം? ഒരു ദേഹമായി തീരും. അപ്പൊ ആദ്യം വിടുക, പിന്നെ പറ്റിച്ചേരുക, ഒടുവിൽ ഇതാ ദൈവം വച്ചത്. എന്നാൽ ചിലയിടങ്ങളിൽ ചിലർ ആദ്യം ഒരു ദേഹമായിട്ട് അങ്ങ് നടക്കുക, പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പറ്റിച്ചേരും. ലാസ്റ്റാ ഞാൻ പറഞ്ഞ കാര്യം അച്ചായന് പിടികിട്ടിയല്ലോ. അച്ചായൻ പറയണ്ട, വെറുതെ ഞാൻ ഏറ്റോളാം. പണ്ട് ഒരു തള്ള പറഞ്ഞ പോലെ പള്ളത്ത് മാതാമ്മ വിട്ട കീഴ്ശ്വാസം ഏറ്റെടുത്തെന്നൊരു അമ്മ പറഞ്ഞു. അതുകൊണ്ട് അച്ചായനെ പ്രശ്നം ഉണ്ടാകരുത്, ഞാൻ ഏറ്റെടുത്തോളാം. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ തെറ്റിച്ചാൽ, അത് ഞാനാന്നാലും നിങ്ങളാന്നാലും, അത് IPC ആന്നാലും ചർച്ച കോഡാന്നാലും അസംബ്ലീസ് കോഡ് ആരാന്നേലും, ദൈവം വെച്ച ഓർഡർ വ്യത്യാസം വരുത്തിയാൽ അവിടെ മുഴുവൻ പ്രശ്നമാണ്. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ അറിവും ജ്ഞാനവും വിവരമൊക്കെ ഉള്ളവരാ. എന്നെ പറ്റി ആൾക്കാർക്ക് പല ധാരണയിൽ. ഒരാൾ പറഞ്ഞു അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ലെന്ന്. അത് സത്യവുമാണ്. അല്ല, എൻ്റെ വിവരക്കേട് ചിലപ്പം ഗുണമാകുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അത് നമ്മുടെ വിഷയത്തിൽ വരാം. വെറുതെ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇവിടെ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ 5:23 ഇവിടെ ആത്മാവും പ്രാണനും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രധാനപ്പെട്ട വിഷയം ആത്മരക്ഷയാ. അത് കഴിഞ്ഞ ബാക്കി മുഴുവൻ, അതിന്റെ കീഴിലാന്ന് ബാക്കി മുഴുവൻ. ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. ആത്മരക്ഷ കരസ്ഥമാക്കിയാൽ നിന്റെ ദേഹരക്ഷയ്ക്കുള്ളതും ദൈവം തരും. ദൈവം വിശ്വസ്തനാ. ആത്മരക്ഷ കരസ്ഥമാക്കി അവൻ പ്രാണനെ അവൻ കാത്ത് ഞാനും നീയും അവൻ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവം വിശ്വസ്തനാ. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം തരുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. നീ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ, തകടിയാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രാണനും ദേഹവും ആത്മാവും അവൻ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടണം. ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ രോഗമുണ്ടായിരിക്കാം, രോഗപീഠകൾ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവിനെ ശാസിച്ച് രോഗത്തിന്റെ ഗണിതകളെ അടിച്ചു മാറ്റി രോഗബന്ധനങ്ങളെ തകർത്ത് ഇന്ന് പകൽ ദൈവം നിന്നെ വിടുവിക്കും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഭാരത്തോടെ നിരാശയോടെ ശാരീരിക ക്ഷീണങ്ങളിൽ രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, നീ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പോയാൽ നിന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതല്ല ദൈവം തരും. സകല ഗണിതകളെ ദൈവം അടിച്ചു മാറ്റും. ദൈവം നിന്നെ വിടുവിക്കും. ദൈവം എന്നെ വിടുവിക്കും. ദൈവം നമ്മെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആടാട്ടെ, ഞാൻ മുമ്പോട്ട് ഓടിച്ചു പോകാം. അപ്പോൾ 1-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ 5 അധ്യായം. 5 അധ്യായത്തിൽ പൗലോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോവുക. ആ 1-ാം അധ്യായത്തിലെ പ്രത്യക്ഷതയെ പറ്റി പറയുമ്പോൾ തന്നെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ ഒരു ഉപദേശം അങ്ങ് സ്ഥാപിച്ചങ്ങ് പോകുന്നതാണ് നല്ലത്. സഭ മഹോദരവത്തിൽ കൂടെ പോകുകയല്ല. എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, അച്ഛാ ഇന്നയാൾ പറഞ്ഞ പോവുമെന്ന്. ഞാൻ പറഞ്ഞു പുള്ളി പോട്ടെ, അയാൾ പോകാനിരിക്കുക, നമ്മൾ എന്തിനാ പുള്ളിയെ തടയുന്നേ? വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നേ? പുള്ളിക്ക് അതിൽ കൂടെ പോയേ. ഞാൻ പറഞ്ഞു ഒക്കെ എന്തെങ്കിലും പോയിച്ച് തിരിച്ചു വരുവാണെങ്കിൽ കാണാം, അല്ല ഇപ്പം നമുക്ക് പോകണ്ട. ഇവിടെ ഒരുത്തം പോകാൻ അങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുക, നമ്മൾ എന്നെ ചെയ്യാനാ? പോട്ടെന്ന്. പണ്ട്
മല്ലപ്പള്ളിയിലെ പൊടിച്ചായം പറഞ്ഞ പോലെ പോയത് പോട്ടെ പോരടി വാപ്പി എന്ന് പറഞ്ഞ പോലെ അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ധരയിലെ വിശുദ്ധന്മാർ അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അതിൻ മഹത്വത്തിൻ പ്രമോദങ്ങൾ അനന്തങ്ങളാ. അതിൻ മഹത്വത്തിൻ പ്രമോദങ്ങൾ അനന്തങ്ങളാ. എന്റെ ജനമായുള്ളവര് ഇൽമുകതിർ വാതിൽ അടയ. ക്രോധം കടന്നു പോവോളം തെല്ലിടയിൽ. ക്രോധം കടന്നു ക്രോധം കടന്നു പോകുവോളം അരക്കകത്ത് കറ്റി വാതിലടച്ച് അവൻ സുരക്ഷിതമാക്കുന്ന ഒരു കർത്താവുണ്ട്. Praise the Lord. വെള്ളപ്പൊക്കം വന്ന് സകലവും ചത്ത് ആമൻ ആ ചങ്ങാടം പോലെ ഒഴുകി നടന്നപ്പോൾ 8 എണ്ണത്തിന് ദൈവം രക്ഷിച്ചെന്ന്. ആ മഹാപ്രളയത്തിൽ നിന്ന് 8 പേരെ ദൈവം കാത്ത് പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചു. സോദോമിൽ തീയിറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെ കുടുംബത്തെ അവിടുന്ന് അവൻ രക്ഷിച്ചു. തള്ള പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്നെന്നാ പറയാന്. ഞാൻ കണ്ടില്ല, അച്ചായൻ കണ്ടെന്നാ തോന്നുന്നേ. തള്ള തന്നെയാണോ? ആ എനിക്കും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, വരുവാനുള്ള ആ മഹാ കോപത്തിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, സഭ മഹോദരവത്തിൽ കൂടെ പോകുകയല്ല, പോകത്തില്ല. എന്നാൽ സഭ ഉപദ്രവങ്ങളിൽ കൂടി പോകും. അത് സഭ തുടങ്ങിയ കാലം മുതലേ ഉപദ്രവം ഉണ്ടല്ലോ. പൗലോസും പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിലെ ഭക്തിയോടെ ജീവിക്കുന്നവർക്കല്ല അനേക കഷ്ടങ്ങളിൽ കൂടാ പോകേണ്ടത്. അത് മഹോദരവല്ല. പണ്ട് നമ്മുടെ ഒരു ഉപദേശോട് വെച്ചാൽ ഈ മഹോദരവം എന്ന് വെച്ചാൽ എന്താ? പുള്ളി പറഞ്ഞു, ജോർജ് കുട്ടി, ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ് മഹോദരവം. അവിടെ ഇവിടെ ഇരുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ സമയമാകുമ്പം പുള്ളി വ്യാഖ്യാനിച്ചത് അനേക നദികൾ ഒന്നിച്ചു വന്ന് ചേരുന്നതാണ് മഹാനദി. അപ്പൊ ഇതിലെല്ലാം ഒഴികെ നദിയെല്ലാം കൂടെ ഒന്നിച്ചു വന്ന് കൂടുമ്പോൾ അത് മഹാനദി എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ്. അതിനകത്ത് സഭ പോകുകയല്ല, പോകത്തില്ല. ചിലരുടെ നോട്ടം വരുമ്പോൾ വേണ്ടി ഞങ്ങൾ പോയോ ഒക്കുവോളെന്നുള്ള രീതിയിലാണ് പോകുന്ന. പോല്ല ഇപ്പൊ അന്വേഷിക്കാൻ. അപ്പൊ 1-ാം അധ്യായത്തിൽ സഭ മഹോപദ്രവത്തിൽ കൂടെ പോകത്തില്ല. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഇതിന് കൊടുത്തിരിക്കുന്ന യാക്കോബിന്റെ കഷ്ടകാലം, ആ കഷ്ടകാലത്ത് സഭ പോകുകയല്ല മഹോദരവത്തിൽ കൂടെ. അല്ല 1-ാം അധ്യായത്തിലെ വിഷയം. 2-ാം അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. 3-ാം അധ്യായത്തിലെ പ്രത്യക്ഷത ശരിക്ക് പഠിച്ചാൽ അത് 2ാമത്തെ വരവിന്റെ 2ാം ഘട്ടമാ. 3:13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത 2ാം വരവിന്റെ 2ാം ഘട്ടമാ. 2ാം വരവിൽ എങ്ങനെയാ വരുന്നത്? 2ാം വരവ് ആദ്യമേ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ. അപ്പൊ അത് ആ കൂടെ വിശുദ്ധന്മാരില്ല. വിശുദ്ധന്മാരെ ചേർക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്, ഭൂമിയിൽ വരുന്നില്ല. വിശുദ്ധന്മാരെ ചേർക്കാൻ ഇങ്ങോട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വിശുദ്ധന്മാര് ക്രിസ്തുവിൽ മരിച്ചവര് ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെട്ട പോക്ക്. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് പോലെ
നൊടിയിട കൊണ്ട് ഒരു സെക്കൻഡിനെ 8 പകത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തിന് എന്തോ സമയദൈർഘ്യമുണ്ട്. അതിലും ലോപമാണ് രൂപാന്തരം. ആരോട് പറയാനാ? അങ്ങ് ചെല്ലും, അവിടെ ചെന്ന് സ്വർഗത്തിൽ ചെല്ലും. സഭ ചെന്ന ഉടനെ എന്നാ പരിപാടി? ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ ചെന്ന ഉടനെ ഒരു അമ്മ പറഞ്ഞു ചെന്ന ഉടനെ എനിക്ക് ആത്മാവിലാകണമെന്ന്. ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങും തലവില്ല, അമ്മയ്ക്ക് സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. ഇവിടെ ആത്മാവിലാകുമ്പോൾ തള്ളയിരുന്ന് ഉറങ്ങുക എന്ന് വെച്ച് പറയും സ്വർഗത്തിൽ ചെന്നിട്ട് വേണമെന്ന്. പിന്നെ ഇവിടെ പാട്ട് പാടി ആരാധിക്കുമ്പം ചുമ്മാ നോക്കിയിരിക്കുക, കയ്യും കെട്ടിയിരിക്കുക. സ്വർഗത്തിൽ ചെന്നിട്ട് വേണം. വള്ളംകുളത്ത് പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു സ്വർഗത്തിൽ ചെന്ന ഉടനെ, അപ്പോൾ ഒരു മോളി എന്ന് പറഞ്ഞ സൗദി പറഞ്ഞു സ്വർഗത്തിൽ ചെന്ന ഉടനെ കല്യാണമാണ്. അവളെ 2 കെട്ടിയതാ, അവളെ 2 കെട്ടി എന്നിട്ടും അടക്കം വരുന്നില്ല, പിന്നെയും കല്യാണമാ. സ്വർഗത്തിൽ ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു മോളി മിണ്ടാതിരേ. ഇടേ സ്വർഗത്തിൽ ചെന്ന ഉടനെ ആരാധനയും കല്യാണവും അല്ല. സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധിയാ. അപ്പൊ ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ എന്ന്. കാരണം എന്തെല്ലാം കഷ്ടവും പോരാട്ടവും നിന്നയും ആക്ഷേപവും അവമാനവും ഒക്കെ സഹിച്ചാ അങ്ങോട്ടൊന്ന് കുടിക്കാനൊക്കുന്നില്ല, വലിക്കാനൊക്കുന്നില്ല. എന്നാൽ ചിലര് പാപ്പച്ചനൊരു ബലഹീനത ആയിക്കോട്ടെ, ഉള്ളതാട്ടെ. ചില പറയുന്നില്ല പുള്ളി കുടിക്കുമെങ്കിൽ ഒറ്റ സഹായം മുടക്കുക അല്ലേ കേട്ടോ. സഹായം പുള്ളി എല്ലാം വർഷിപ്പിനും പുള്ളി മുന്നിലുണ്ട്. വീശ് എന്നാൽ തന്നെയല്ല പുള്ളി ഈ കൺട്രോള് പോകുന്ന രീതിയിലൊന്നും ഡീസൻ്റാ. പാസ്റ്റർമാരോടൊക്കെ വളരെ ഞാൻ 12:30 വരെ എടുത്തോട്ടെ. സെക്രട്ടറി പ്രതിപക്ഷ ബഹുമാനമാണ്, അതിനാ ചോദിക്കുന്നത്. 1 ഇത്ര വേണ്ട, ഗുണമാകാനാണ് 12:30 ഗുണമാകാം. അപ്പൊ ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധിയാ. അതാ ബാബുക്കുട്ടി ചോദിച്ചു പിന്നെയും പ്രശ്നമാണോ എന്ന്. ഞാൻ പറഞ്ഞു ബാബുക്കുട്ടി പേടിക്കണ്ട, ന്യായവിധിയാ. അയ്യോ അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു, ന്യായമായ അത്ര ഉള്ളു ന്യായമായ വിധി. ഇവിടെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒന്നെങ്കിൽ മരണം വരെ, ഇല്ല കാഹള ശബ്ദം കേൾക്കുന്നത് വരെ ഞാനും നിങ്ങളും പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും ഇടപെട്ടതും ഒക്കെ ആയ സകല വിഷയത്തിന് ന്യായം വിധിക്കും. അതാ ന്യായവിധി, ന്യായമായ വിധി, അത്രേ ഉള്ളൂ. പാവക്കുട്ടി ചോദിച്ചു എല്ലാം വെളിപ്പെടുമോ എന്ന്. ഞാൻ പറഞ്ഞു മുഴുവൻ കേസും വെളിപ്പെടും, എല്ലാം വെളിപ്പെടും. രക്ഷിക്കപ്പെടുന്നത് വരെ ഉള്ളത് മുഴുവൻ ക്ഷമിച്ചു രക്ഷിക്കപ്പെട്ടപ്പം. എന്നാൽ രക്ഷിക്കപ്പെട്ട ആ ടൈം മുതൽ മരണം വരെ, അല്ലെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേട്ടത് വരെ ഞാനും നിങ്ങളും ചെയ്തതും പ്രവർത്തിച്ചതും സംസാരിച്ചത് ഇടപെട്ടത് പോയത് വന്നത് ഇരുന്നത്, സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം. എനിക്ക് ഒത്തിരി പാടണമെന്നുണ്ട്, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൂടെ വരികയായിരുന്ന നല്ലതായിരുന്നു. എന്തിനാന്നോ? പുള്ളിക്കും ആവശ്യമാണോ? ആട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ന്യായവിധിക. അതെ ആവുകുട്ടി ചോദിച്ചാൽ പിന്നെയും പ്രശ്നമാണോ എന്ന്. പ്രശ്നമൊന്നുമില്ല, ന്യായമായ വിധി. അതിനാ എല്ലാം വെളിപ്പെടും. എല്ലാം വെളിപ്പെടുമോ എന്ന്
ഞാൻ പറഞ്ഞ എല്ലാം വെളിപ്പെടും. ഉടനെ ചോദിക്കുക, ഞങ്ങളുടെ റോസമ്മ കാണുമോന്ന്. പുള്ളിക്ക് അതാ വിഷയം, വെളിപ്പെടുന്ന നല്ല വിഷയം, റോസമ്മ ഇത് കാണുമെന്നുള്ളതാണ്. ഞാൻ ബാബുക്കുട്ടിയുടെ മനോവേദന കണ്ടേച്ച് പറഞ്ഞു, ബാബുക്കുട്ടി റോസമ്മയെ കാണിക്കുകയാൽ സ്തോത്രം, എനിക്ക് അതറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതറിഞ്ഞാൽ മതി. എന്തായാലും ഒരു കാര്യം പറയാം, സ്വർഗത്തിൽ ചെന്ന് ന്യായവിധി, അത് കഴിഞ്ഞ് പ്രതിഫലം, ആ കൂടെ നമുക്ക് വസ്ത്രമൊക്കെ ലഭിക്കുന്നത് നീതി പ്രവർത്തിക്ക് അനുസരിച്ച്. കല്യാണ വസ്ത്രം എന്നൊക്കെ അലങ്കാര ഭാഷയിൽ കൊടുത്തിരിക്കുക. സ്തോത്രം. അന്തപുരത്തിലരാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണ അണിയും വസ്ത്രം പൊൻകസബു കൊണ്ടു നെയ്തതാ. ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി, ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജ. പാടാൻ നേരമില്ല, ദൈവത്തിന് മഹത്വം. നേരമില്ലാത്ത കൊണ്ടാണ്. എന്നാൽ എനിക്ക് ഇത്രയും സമയം തന്നതിൽ നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, വിശേഷ വസ്ത്രമൊക്കെ തന്നേ. കല്യാണം അലങ്കാര ഭാഷയാ. അത് കഴിഞ്ഞ് വെച്ച് ഇങ്ങോട്ടൊരു വരവുണ്ട്. വരവാണ് ഈ 3:13 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ, 3:13. രണ്ടുപേരും വായിക്കുകയല്ലേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം. രണ്ടാം വരവിന് രണ്ട് ഘട്ടമാ. ഒന്ന് മേഘപ്രത്യക്ഷത, രണ്ട് മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷത തിരുസഭയെ ചേർക്കാൻ, മഹത്വ പ്രത്യക്ഷത തിരുസഭയുമായിട്ടുള്ളതാ. ഈ കാര്യമാണ് വെളിപ്പാട് പുസ്തകം 19:11. പെട്ടെന്ന് വായിച്ചോ. വെളിപ്പാട് 19:11, വെളിപ്പാട് 1:7, 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിരയുടെ പുറത്തൊരുവൻ ഇരിക്കുന്നു. പിന്നെ അവന് സത്യവാനും വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. പിന്നെ അവൻ നീതിയോടെ വിധിക്കുകയും പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, തലയിൽ അനേക രാജമുടികൾ. ജയമെടുത്ത വിഷയമാ. പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. പിന്നെ അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തത് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. പിന്നെ അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ദൈവവചനം എന്ന് പേർ. തർക്കമില്ലല്ലോ, യേശു ക്രിസ്തുവാ. വേറെ വ്യാഖ്യാനം ഒന്നും വേണ്ട. അവന് ദൈവവചനം എന്ന് പേര്. അടുത്ത വാക്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറിയവനെ അനുഗമിച്ചു. ഈ വരവിനെ പറ്റി തന്നെ ആ 3:13 പൗലോസ് തെസ്സലോനിക്കർക്ക് പറഞ്ഞത് വിശുദ്ധന്മാരുമായി വരുന്നെന്ന്. അത് തന്നെ വെളിപ്പാട് 1:7. ഇതാ മേഘാരൂഢനായി, മേഘത്തെ ഉടുത്തെന്ന് പറഞ്ഞാൽ മേഘ ഉടുത്തെന്നല്ല, വിശുദ്ധന്മാരെല്ലാം കൂടെ വെള്ളക്കുതിര പുറത്ത് കയറി ഒന്നിച്ചുള്ള ആ വരവിനെ പറ്റി കണ്ടപ്പോൾ മേഘ ഉടുത്തോണ്ട് വരുന്നത് പോലെ തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢൻ വാനിൽ വരുന്നു വാഴ്ത്തുവീ, വാനിൽ വരുന്നു വാഴ്ത്തുവീ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലൂടെ തുറക്കപ്പെട്ട സകല വിശുദ്ധ ദൂതസംഘ പരിവാരത്തോടെ, സകല വിശുദ്ധ ദൂതസംഘ പരിവാരത്തോടെ വാനിൽ വരുന്നു വാഴ്ത്തുവീ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ആട്ടെ, ഞാന് മുന്നോട്ട് ഓടിച്ചങ്ങ് പോകുക. യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും.
അതാണ് ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. ആട്ടെ, നമ്മൾ എടുത്ത വാക്യത്തോട് കൂറു പുലർത്തേണ്ടതുള്ളത് കൊണ്ട് മറ്റു ഭാഗമെല്ലാം വിട്ടേച്ച് ഒരു കാര്യം പറയുവാൻ ആശിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് തെസലോനിക്ക സഭയോടും വിശ്വാസികളോടും അപ്പോൾ തന്നെ പൊതുസഭയോട് പറയുക, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഓടിച്ച് പറയാം, എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. ഈ ദൈവത്തിന് ഇഷ്ടമുള്ള പലതും നമുക്കിഷ്ടമല്ല, നമുക്കിഷ്ടമുള്ള പലതും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അവിടുത്തെ ഹിതത്തിനായിട്ട് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് തന്നെ. ആ കഥക് തുറന്ന് വെളിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഡോറ് തുറക്കേണ്ട താമസമുള്ളൂ. ഇവിടെ ഇരുന്ന് ആ നോട്ടോ ഇരിപ്പോ, ഓ ജീസസ്, ഡോറ് തുറക്കേണ്ട താമസം. ഒരു കാര്യം പറയാം, ദൈവത്തിന് ഇഷ്ടമുള്ളത് നമുക്കിഷ്ടമല്ല, നമ്മുടെ ഇഷ്ടം കൊള്ളൊന്നും ദൈവത്തിനും ഇഷ്ടമല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഇന്ന് സമർപ്പിക്കണം. ഇടയ്ക്കത്ത് ഒത്തിരി വിശദീകരിച്ചാ പറയണ്ടെങ്കിലും പ്രധാന കാര്യം മാത്രം പറഞ്ഞങ്ങ് നിർത്തുക. നമ്മൾ ഈ പെന്തിക്കോസുകാര് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിഷയം നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പുള്ളിക്ക് ഇഷ്ടമാകുന്ന വിധത്തിലാക്കും. പുള്ളിക്ക് ഇഷ്ടമല്ല, പുള്ളി നേരത്തെ പറഞ്ഞതാ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് ചില വിഷയം ഇഷ്ടമാണ്. നമ്മളതിന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പുള്ളിയെ കൊണ്ട് തന്നെ അതിന് നിർബന്ധിത ദൈവഹിതം സമ്മർദ്ദം കൊടുക്കുക. ചെല്ലു പറയത്തില്ല, തന്നല്ലാതെ നിന്നെ വിടുകയല്ലെന്ന്. ചെല്ലു പറയുന്നത് കേട്ടിട്ടില്ലേ? ഞങ്ങൾ ആ വിഷയത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, തന്നല്ലാതെ നിന്നെ ആരെ വിടുകയല്ലെന്ന്? ദൈവത്തെയോ? നമ്മുടെ പിടി നിൽക്കുന്ന ആളല്ലേ. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. നമുക്കിത് ലഭിച്ചിരിക്കുന്ന ഉപദേശം എന്താണെന്നറിയാമോ? ഏത് വിഷയത്തിനായി പ്രാർത്ഥിച്ചാലും ഇങ്ങിതാ നമ്മുടെ പ്രമാണം. കർത്താവേ അവിടുത്തേക്ക് ഇഷ്ടമാണെങ്കിൽ, അവിടുത്തെ ഹിതമാണെങ്കിൽ, അതല്ലാതൊരു വ്യവസ്ഥ നമുക്കില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഇഷ്ടമാക്കി എടുക്കും. വിശദീകരിക്കുന്നില്ല. ഹിസ്കിയാവ് ദീനം പിടിച്ച് മരിക്കാറായി. പ്രവാചകൻ ചെന്ന് പറഞ്ഞു, ഗൃഹകാര്യമെല്ലാം ക്രമത്തിലാക്കുക, സൗഖ്യമാകുകയല്ല, ചത്തുപോകും. പറഞ്ഞേച്ച് പുള്ളി പോയി. ഹിസ്കിയാവ് ഉടനെ ചുവരോട് ചേർത്ത്, താവേ നേരത്തെ ചെയ്തതെല്ലാം ഒന്ന് ഓർക്കണം, ഏകാഗ്രതയോടും വിശ്വസ്തയോടൊക്കെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളതെല്ലാം ഞാൻ ചെയ്ത കാര്യം നീ ഒന്ന്, ഒരു കൂവിച്ചയും കരച്ചിലും, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പിടിച്ചു വെച്ചൊരു പ്രാർത്ഥനയും, മുട്ടിപ്പായിട്ടൊരു പ്രാർത്ഥനയും, ഒരു നിലവിളിയും, ഉപവാസവും. നമുക്ക് ഈ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ സമരമുറയാണ് ഉപവാസ പ്രാർത്ഥന. വിശദീകരിക്കുന്നില്ല. പുള്ളി ഒരു പ്രാർത്ഥന. നടുമുറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്നു വെച്ച് പറഞ്ഞ് 15 തന്നേക്കുന്നെന്ന്. 15 സഭായത്തിന് ഹിസ്കിയ രാജാവ് നമ്മുടെ സഭായത്തിനാണ് വരുന്നെങ്കിൽ ആർക്കും സാക്ഷ്യമില്ലെങ്കിൽ നമ്മൾ ഹിസ്കിയാവിന് സാക്ഷ്യം കൊടുക്കണം. നമ്മൾ പറയും ഹിസ്കിയാവ് നമ്മുടെ സഹോദരൻ ഹിസ്കിയാവ് തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ച്, ഞാനും പ്രാർത്ഥിച്ച്, പുള്ളിയും പ്രാർത്ഥിച്ച്, കരഞ്ഞ് നിലവിളിച്ച് ദൈവം 15 വർഷം കൂട്ടിക്കൊടുത്ത് കരങ്ങൾ ഉയർത്തി. ഇപ്പോഴല്ല, ആ സഭായത്തിനെ ദൈവത്തെ സ്തുതിക്കാൻ ഞാനും പറയും, നിങ്ങളും പറയും, ഞാനും സ്തുതിക്കും. 15 വർഷമാണ് കൊടുത്തത്. പക്ഷെ നിങ്ങൾ ആ തിരുവചനം പഠിച്ചാൽ ഹിസ്കിയാവ് ആ സമയത്ത് മരിക്കുന്നതായിരുന്നു ദൈവഹിതം. അതെ, പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന 15 കിട്ടി, ഗുണമായില്ല. ഈ 15 വർഷത്തിലെ 2-ാം വർഷം ആ ഒരു ചെറുക്കനുണ്ടായത്, അവന്റെ പേര് മനേഷേ. ഇതുപോലൊരു അവനെ ശത്രുക്കളെ കാണിക്കാവുന്നതിൻ്റെ പരമാവധി കൊണ്ടുവന്ന് കാണിച്ചു, അടിച്ചു നൂത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ,
ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് അവിടുത്തെ ഹിതത്തിനാ. ഇനി ഇടയ്ക്കൊരു കാര്യം പറയാം. പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞു 15 കൂട്ടിത്തരാം, പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ഗൃഹകാര്യം ക്രമത്തിലാക്കണം. എന്നിട്ടൊരു അടയാളം കൊടുത്തു. ആകാശിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് പറ, എന്തേലും അങ്ങ് പറ, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന പദം ആകാശിന്റെ ഘടികാരം. എന്തുവായി ആകാശിന്റെ ഘടികാരം? 38:9 ആകാശിന്റെ ഘടികാരം എന്ന്. യെശയ്യാവ് 9-ആണോ 10-ആണോ? അവിടെ ഒരു പദമുണ്ട്, ആകാശിന്റെ ഘടികാരം. ഘടികാരം ഓടുന്നില്ലായിരിക്കും. അത്ര മതി. ഒന്നുകൂടെ വായിച്ചോ മൈക്കിൽ കൂടെ. ആകാശിന്റെ ഘടികാരം. ഇങ്ങോട്ട് നോക്കിയേ, എന്തുവായി ആകാശിന്റെ ഘടികാരം? സമയം നോക്കുന്നതാന്ന് എനിക്കും അറിയാം. ആകാശിന്റെ ഘടികാരം ഇതാരോടാ പറഞ്ഞേക്കുന്നേ? ഹിസ്കിയാവിനോട്. അതിനെ ഹിസ്കിയാവിനോട് ആകാശിന്റെ ഘടികാരത്തെ പറ്റി പറയാൻ കാര്യം, നിങ്ങൾക്ക് വചനം അറിയാം. ആകാശ് ഹിസ്കിയാവിന്റെ അപ്പനാ. കൂട്ടുകൊന്നും വേണ്ട, ഞാൻ കണ്ടു കൂട്ടുന്നത് ആണോ എന്നൊരു ചിന്ത. അങ്ങനെ തന്നെ. അപ്പോൾ ആകാശ് അവന്റെ വല്യപ്പനാ ഉസിയാവ്. ഉസിയാവിന്റെ മകനാണ് യോനാം. യോനാമിന്റെ മകനാണ് ആകാശ്. ആകാശിന്റെ മകനാണ് ഹിസ്കിയാവ്. ഹിസ്കിയാവിന്റെ മകനാണ് മുമ്പേ വായിച്ച മനേശെ. അവന്റെ വല്യപ്പനാണ് ഉസിയാവിന്റെ വല്യപ്പന അമസിയാവ്. അവന്റെ അപ്പൻ യോവാശ്. അവന്റെ അപ്പൻ അഗസിയാവ്. നിങ്ങൾ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. ആരോട് പറയാം? അപ്പോൾ ഹിസ്കിയാവിനോട് ദൂത് പറഞ്ഞു ആകാശിന്റെ ഘടികാരം. അത് പറയാൻ കാര്യം അവിടെ പദം കണ്ടോ, ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. ഉസിയാവ് ആരാന്ന് നമുക്കറിയാം, നിങ്ങൾക്കറിയാം. സഭാഗോളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അപ്പോൾ വല്യപ്പൻ സഭയെ കടന്ന് 16-ാം വാക്യം വായിച്ച 26-19 അല്ലേ? ആ കണ്ണിക വലതുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം. അതാ ഞാനത് പറഞ്ഞില്ലേ? പറഞ്ഞ ഏതാണ്ട് 28-19 16 വായിച്ചോ, എടുത്തു വരുന്ന വായിക്കേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ തൃക്കണ്ണമംഗലാണോ വായിക്കുന്നേ? ഉസിയാവ് കോപിച്ചു. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അപ്പൊ ധൂപകലശം കയ്യിൽ പിടിച്ചോണ്ട് വേറെ പുസ്തകം കൈ വെച്ചോണ്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലര് മര്യാദക്കാരാ. കുഞ്ഞുഞ്ഞമ്മ ഇത് പിടിച്ച ഞാനത് 2 വാക്ക്, അത് കുറച്ചുകൂടെ മര്യാദയുണ്ട്. കുഞ്ഞുഞ്ഞമ്മയാണെങ്കിൽ പിടിക്കാൻ പമ്മി നിൽക്കുന്നുണ്ട്. നല്ല കാര്യം. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടല്ല. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഇവൻ സഭാഗോളിൽ കിടന്ന് വഴക്കുണ്ടാക്കുക വേദപുസ്തകം പിടിച്ചോണ്ട്. എന്റെ ഭാഷയാ. ഇവനൊരു മകനുണ്ടായിരുന്നു യോന. 27-1 വായിച്ച 27-1. യോധാം വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? അടുത്ത വാക്യം. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെറൂഷ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളതായത് ചെയ്തെങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അപ്പൻ സഭാഗോളി കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ സഭാഗോളി കേറുന്നില്ല. എന്താ നിന്റെ സന്തതി സഭാഗോളി വരാത്തത്? നീ ഇതിനകത്ത് കയറി അന്ന് മുതൽ ഓടാലിയാ. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, കൂട്ടു സഹോദരങ്ങൾക്കെതിരെ, വിശ്വാസിക്കെതിരെ നീ കുരുക്കുണ്ടാക്കി, തന്ത്രമുണ്ടാക്കി മെനഞ്ഞാൻ നിന്റെ സന്തതി ഇതിനകത്ത് കയറുകയല്ല. എന്നിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കണേ, പാസ്റ്ററെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ഞാൻ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാന്നോ? മോന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാന്നറിയാമേല അവനിങ്ങനെ
നീ സഭാകളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോ ഓർക്കണം, ഗുണ്ടായിസം കാണിച്ചപ്പോളേ, കൊമ്പ് കോർത്തപ്പോളേ ഓർക്കണം നിന്റെ സന്തതി ഇതിനകത്ത് കയറുകയല്ലെന്ന്. അപ്പൻ ധൂപം കാട്ടുവാൻ ധൂപകലജൻ കയ്യിൽ പിടിച്ചിരിക്കുക വഴക്കുണ്ടാക്കി അവന്റെ മകൻ യോധാം സഭാകോളിൽ കയറുകയല്ല. അവന് ഓളിന്റെ അവിടെ വരുമ്പം 100 വിടും, അതുവരെ 40 വന്നവനാ. ഇനി അവനൊരു മകനുണ്ടായിരുന്നു, അവന്റെ പേര് ആകാശ്. 28-24 വായിച്ച, എല്ലാം വായിക്കാൻ നേരമില്ല. 28-24 വായിര്. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, ഉടച്ചു. ഗുണമുള്ളവൻ തുടയ്ക്കും, ഇവൻ ഉടച്ചു. അടുത്തത്, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവൻ സഭാകോള് പൂട്ടി. അപ്പൻ സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ സഭയെ കയറുകയല്ലായിരുന്നു. കൊച്ചുമോന്റെ കാലം വന്നമ്മ സഭ അവൻ സഭാകോള് പൂട്ടി വെച്ച് താക്കോലുമായിട്ട് കുമ്പനാട്ടിന് പോയി. എങ്ങനുണ്ട്? എങ്ങനെ ഗുണമാകും? ദൈവത്തിന് മഹത്വം. ഞാൻ നടക്കുന്നതേ പറയുള്ളൂ, നടക്കാൻ തോന്നുന്നു ഞാൻ പറയത്തില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, വലിയപ്പൻ സഭയെ കിടന്ന് വഴക്കുണ്ടാക്കി, മകൻ സഭയെ കയറത്തില്ല, കൊച്ചുമോൻ സഭ പൂട്ടി. അവന്റെ മകനാ ഹിസ്കിയാവ്. അതുകൊണ്ടാ ഹിസ്കിയാവിനോട് പറഞ്ഞത് ഗൃഹകാര്യം ഒന്ന്. വല്യപ്പനോ അപ്പനോ ചേട്ടനോ അനിയനോ ഒക്കെ ഗുണ്ടായിസം കാണിച്ച് വഴക്കുണ്ടാക്കി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്രമീകരിക്കണം. നിരപ്പ് പ്രാപിക്കേണ്ട വിഷയത്തിൽ ഞാൻ എന്നോടും കൂടെ അത് ഊത് പറയുന്നത്. മെയിൻ എന്നോടാ. സഹോദരങ്ങളോടോ ചാർച്ചക്കാരോടോ സഭാവിശ്വാസികളോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെ ഞാനും നിങ്ങളും, അതെ ഗൃഹകാര്യം. ഇനി പ്രധാനം ഇനി കടികാരം എല്ലാം പറയാൻ നേരമില്ല. കടികാരം അതിന് കടികാരം തന്നെ അത് പറയാം. അവനെ ഈ കാശും പുത്തനും ഒക്കെ ആയി കഴിഞ്ഞപ്പം പുള്ളിക്കൊരു ചെറിയ തണ്ടുമൊക്കെ വന്നാർക്ക് ഈ ആകാശന് ഇവനപ്പം നേരെ ചെന്ന് തിക്ലത്ത് പിലേസറുമായിട്ടങ്ങ് യോജിച്ചു, കുണം പിടിക്കാത്തവനുമായിട്ട്. സംബന്ധം കൂടിയെന്നല്ല, പുള്ളി കപ്പം കൊടുത്തു. കപ്പം കൊടുത്തു. സ്വോത്രകാഴ്ച കിട്ടുന്ന പൈസ എടുത്ത് ഞാൻ നാട്ടിലൊക്കെ പറയും, ഇവിടുത്തെ രീതിയൊന്നും എനിക്കറിയത്തില്ല. റോഡ് പണിക്ക് പോകുന്നവൻ കാണും, റബ്ബർ വെട്ടാൻ പോകുന്നവൻ കാണും, അടുക്കള ജോലി ചെയ്ത് പാത്രം കഴുകി അതിന് കിട്ടുന്ന വരുമാനമായിട്ട് വരുന്ന ദൈവമക്കൾ സഹോദരിമാരുണ്ട്. പല വിധത്തിൽ ഡ്രൈവർമാര്, അങ്ങനെ പല ഏത് ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനമാ ഞായറാഴ്ച ആഴ്ചവട്ടത്തിന് 1-ാം നാളെ കൊണ്ടുവരുന്നത്. അത് കമ്മിറ്റിക്കാർ കൂടി കേസിനും കോടതിക്കും ഗുണ്ടയ്ക്ക് കൊടുക്കാനും വഴക്കിനും മല്ലിനും കൊടുത്താൽ അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. ഞാൻ എന്നോടും കൂടാ പറയുന്നത്. പൗലോസ് പറഞ്ഞ ആ പാപികളിൽ ഒന്നാമൻ എനിക്ക് ആദ്യത്തെ ദൂതം. ഇവൻ തിക്ലത്ത് പിലേസന് കപ്പം കൊടുത്ത് ഒടുവിൽ അരാം സൈന്യമൊക്കെ ആയിട്ട് യുദ്ധത്തിന് അങ്ങോട്ട് മുറുകിയപ്പോൾ ഇവന് തിക്ലത്ത് പിലേസനെ കാണാൻ ചെന്നപ്പം അവര് പറഞ്ഞു പുള്ളി വേറെ സ്ഥലത്ത് പോയെന്ന്. അപ്പൊ ഇവൻ തിക്ലത്ത് പിലേസനെ കാണാനായിട്ട് അങ്ങ് ചെന്നു. വായിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ച് വലത്തുവശത്ത് മേളിൽ അത് തന്നെ ലാലിമാമ വായി. അശ്ശൂർ രാജാവായ ഒന്നുകൂടെ വായിച്ചു. ആകാശ രാജാവ് അശ്ശൂർ രാജാവായ തിക്ലത്ത് പിലേസറിനെ കാണാൻ എതിരേൽപ്പാൻ ദമ്മേശേക്കിൽ ചെന്നു. ബത്തപ്പാടാന്ന് ഓർത്തോണം. ദമ്മേശേക്ക് ചെന്നു. അടുത്തത് ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടു. ദമ്മേശേക്കിലെ ബലിപീഠം പുള്ളി കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും. ഞാൻ ഒറ്റ വാക്കി പറയാം. പുള്ളി ദമ്മേശക്ക് ചെന്നപ്പോ അവിടെ ഒരു വലിയ ബലിപീഠം, കാഴ്ചക്കല്പം വലിപ്പമുള്ളത്. അപ്പൊ പുള്ളി ഇത് കണ്ടേച്ച് ഒരു ഫോട്ടോ എടുത്തു. ദമ്മേശേക്കിലെ
ബലിപീഠത്തിന്. എന്നിട്ട് പുള്ളി ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു, പിന്നെ ഊരിയ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഹായ് പാസ്റ്റർ, ഞാനിപ്പോൾ ലൈവിലുണ്ട്. അമ്മ ചോദിച്ചു, പാസ്റ്റർ ചോദിച്ചു എവിടാ ലൈവില്? ദമ്മേശക്കില്. ഹായ്. അപ്പം പാസ്റ്റർ ഇങ്ങോട്ട് നോക്കിയാട്ടത്തെ ഈ ബലിപീഠം കണ്ടോ, യാഗപീഠം? പാസ്റ്റർ പറഞ്ഞു വണ്ടർഫുൾ. ഒരു ഇംഗ്ലീഷ് തെറ്റുന്നുണ്ടോ? തെറ്റുന്നുണ്ടേ പറയണം. ഞാൻ എന്ത് വിഷമിച്ച ആ വണ്ടർഫുൾ എന്നൊക്കെ ഒപ്പിക്കുന്നറിയാം. ഈ ബലിപീഠത്തിന്റെ ഒരു മാതൃക എടുത്തേച്ച് വാട്സപ്പിനകത്ത് പുള്ളിയുടെ പാസ്റ്റർ ഊരിയ പാസ്റ്റർക്ക് അയച്ചു. അയച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാൻ ദമ്മേശേക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സെയിം ഒരു യാഗപീഠം അവിടെ പണിത് വെച്ചേക്കാൻ. ഞാൻ തിക്കളത്ത് വിലേസനെ കണ്ട് കപ്പമൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു ഞാൻ തിരിച്ച് ദമ്മേശേക്കിൽ നിന്ന് ഇവിടെ വരുമ്പോൾ സെയിം യാഗപീഠം ഇവിടെ പണിയണം. ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല, പണിയണം. ഊരിയ പാസ്റ്റർ പറഞ്ഞു, അയ്യോ നമുക്കങ്ങനെ പ്രമാണമില്ല, നമുക്ക് കിട്ടിയിരിക്കുന്നതിന് കണക്കുണ്ട്. ആ കണക്ക് മേളിലത്തെ മാതൃകയുടെ കണക്കാണ്. നമ്മുടെ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശയെ പർവ്വതത്ത് വിളിച്ചു മാതൃക കാണിച്ചു. ആ സെയിം മാതൃകയൊക്കെയാണ് നമ്മളിവിടെ പണിത് വെച്ചിരിക്കുന്നത്. അച്ചായൻ ഇപ്പോൾ ഇച്ചിരി മിടുക്കനാന്ന് കണ്ടു, പക്ഷേ ഇതൊന്നും മാറ്റാൻ പുള്ളി പറഞ്ഞു മാറ്റില്ല, അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ തരുമെന്ന് പറഞ്ഞു. നിന്നെ കായ്ക്ക് തൊടിക്കുകയല്ലെന്ന് പറഞ്ഞു. ഊരിയ പാസ്റ്റർ ആകെ വിറച്ച്, എന്തിനേറെ ആകാശം തിരിച്ചു വരുന്നതിന് മുന്നേ പുള്ളി യാഗപീഠം പണിത് വെച്ചു. എന്നിട്ട് ചെയ്ത വേല നിങ്ങളെ പുസ്തകം പഠിച്ചാൽ അറിയാം. ദൈവത്തിന്റെ യാഗപീഠം അവിടുന്ന് ഇളക്കി, യവന്റെ യാഗപീഠം അവിടെ കൊണ്ട് സ്ഥാപിച്ചു. ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, നമുക്കുള്ള പ്രമാണം ഇതാ പ്രമാണം. നിനക്ക് സ്ഥാനവും മാനവും കാശും അധികാരവും ഒക്കെ അവൻ കിട്ടിക്കഴിയുമ്പോൾ നീ പ്രമാണം മാറ്റരുത്. ഇതാണ് നിന്റെ അടിസ്ഥാന ഉപദേശം. ഇത് അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതാ ഉപദേശം. അല്ല വിമാനത്തെ കയറി ഇവിടെ വരുമ്പോ ഉപദേശം മാറുകയല്ലെന്നേ. മാറുകയല്ല. ലണ്ടനിൽ പോയാലും ഇതിന് മാറ്റമൊന്നുമില്ല. ന്യൂസിലൻഡിലോ തായ്ലൻഡിലോ അയർലൻഡിലോ ഏത് ലണ്ടനിലും പോടാ, ഇതിന് മാറ്റമില്ലെന്ന്. ടെക്സാസ് വരുമ്പോ ഇതിന് മാറ്റമുണ്ടോ? കുമ്പനാട്ടിൽ ഇത് തന്നെ, ടെക്സാസിലും ഇത് തന്നെ. നമുക്കാ മാറ്റം. ദൈവത്തിന്റെ മഹത്വം. പ്രമാണം എവിടെയും പ്രമാണമാ. ഇത് ആചരിക്കുന്നവനെ അനുഷ്ഠിക്കുന്നവനെ ദൈവം ഉയർത്തും. നീ ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. പ്രൈസ്. എനിക്ക് നിങ്ങളുടെ മലയാളത്തിലെ ആരാധനയൊക്കെ കണ്ട് സന്തോഷം തോന്നി. പഴയ പാട്ടുമൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്നത് വലിയ സന്തോഷം. നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഏത് രാജ്യത്താന്നേലും ഏത് സ്ഥലത്താന്നേലും ഇതിന് മാറ്റം വരരുതെന്ന്, ഇത് അവിടുന്ന് ഇളക്കരുതെന്ന്. ഞാന് ഇത് IPC കൂടെ ആയതുകൊണ്ട് പറയാം. ഇടേ IPCയുടെ ആരംഭകാലത്ത് അങ്ങനെ ഇതിന്റെ പോക്ക്, ഇതിനൊരു ക്രമം ഉണ്ടായിരുന്നെന്ന്. ആ ക്രമത്തിലുള്ള കാര്യങ്ങൾ പിന്നെയും കൊണ്ടുപോകുവാൻ ദൈവദാസന്മാരെ ദൈവം അവൻ വീണ്ടും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഇതിന് മാറ്റമൊന്നും വരുത്തരുത്. പടയൽ അവിടുന്ന് ഇളക്കരുതെന്ന്. എവനും ആൾക്കാരും കൂടെ പടയൽ അവിടുന്ന് ഇളക്കി. ദൈവം കൊടുത്ത മാതൃക പ്രകാരം പണിതത് ഇളക്കി എവൻ്റെത് കൊണ്ട് സ്ഥാപിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഓർഡർ തെറ്റിച്ചു, പ്രമാണത്തിന്റെ വ്യതിയാനം വരുത്തി. അതുകൊണ്ട് ഹിസ്കിയാവിനോട് പറഞ്ഞത് ഗൃഹകാര്യം ക്രമീകരിക്കണം. നിന്റെ അപ്പൻ ആകാശത്തിന്റെ കടികാരത്തിലെ സൂര്യഗതിയുണ്ട്, അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ഹിതത്തിന് ഇന്ന് പകൽ സമർപ്പിച്ചാൽ നിന്റെ ആയുസ് ദൈവം നീട്ടിത്തരും. നീ ദൈവഹിതത്തിന് ഇന്ന് പകൽ സമർപ്പിച്ചാൽ നിന്നെ ആരോഗ്യം ദൈവം തരും, നിനക്ക് ആയുസ് ദൈവം തരും, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ തലമുറ അലപ്പറിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നിനക്ക് ദോഷം വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഞാന് ഇനി ദീർഘമാക്കുന്നില്ല, 4-5 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കങ്ങ് നിർത്താം. അച്ചായന് ബഹുമാനച്ചായൻ പറഞ്ഞു 12:30 കഴിയുന്നത് വരെ ആട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ബഹുമാനിക്കുന്നു. പെട്ടെന്ന് നിർത്തും. മതി ഗുണമാകാനാണ് ഇതൊക്കെ മതിയെന്ന്. പിന്നെ 10 കൊണ്ടിരുന്നാലേ ഗുണമാകും, അങ്ങനില്ലല്ലോ. 5 ഗുണമാകാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഇഷ്ടമല്ല. ഈ
കനാൻ ദേശം ഒത്തു നോക്കാൻ എത്ര പേരെയാ വിട്ടത്? ഇപ്പം ആരും പോയില്ലേ? 12. അവരുടെ യോഗ്യത എന്നായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. ആരാ പറഞ്ഞ? അച്ചാനല്ലേ പറഞ്ഞ? അച്ചാനും തിട്ടവുണ്ടല്ലോ. നാട്ടിലെവിടാ വീട്? അതിൻ്റെ അറിയാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 12 പ്രഭുക്കന്മാരെ വിട്ടു. ഇവരോട് ദൈവം പറഞ്ഞ് കനാൻ ദേശം ഒത്തു നോക്കാം. മോശ മുഖാന്തരം വായിച്ച് 13:1 സംഖ്യ പെട്ടെന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പെട്ടെന്ന്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, സ്ത്രീ പെണ്ണക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒത്തു നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളുകൾ അവരെല്ലാം പ്രഭുക്കന്മാരായിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ച് ഓടിച്ചു പറയാം. ദൈവത്തമ്പുരാൻ മോശ മുഖാന്തരം പറയുക, കനാൻ ദേശം ഒത്തു നോക്കാൻ ആളെ അയക്കാൻ. ആരാ പറഞ്ഞേ? ഉറക്കെ പറ. ദൈവം പറഞ്ഞു. യഹോവ പിന്നെയും, അങ്ങനല്ലേ? യഹോവ പിന്നെയും. അപ്പൊ ഈ കനാൻ ദേശം ഒത്തു നോക്കണമെന്ന് ആരാ പറഞ്ഞേ? ദൈവം തന്നെ പറഞ്ഞേ. ഇത് ദൈവഹിതമായിരുന്നോ? കനാൻ ദേശം ഒത്തു നോക്കാൻ ആളിനെ വിടണം. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവഹിതമായിരുന്നോ? അപ്പൊ നിങ്ങൾ എന്നോട് ദൈവമല്ലേ പറഞ്ഞേ? അതെ, ദൈവമാ പറഞ്ഞേ. പക്ഷെ അവിടുത്തെ തിരികിതമല്ല. ഉദാഹരണം പറഞ്ഞേച്ച് പറയാം, പെട്ടെന്ന് പറയാം. നാട്ടിലെ രീതി വെച്ചാ പിള്ളേരെ കോയമ്പത്തൂരും ബാംഗ്ലൂരും കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ പഠിക്കാൻ വിടും. ചില പിള്ളേർ പഠിച്ച് മിടുക്കരായിട്ട് വരും, ചില പിള്ളേർ വേറെ പഠിത്തവും പഠിക്കും. അവസാനം പെൺപിള്ളേർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നാട്ടിലെ രീതിയാണ്, എന്ത് ചെയ്താൽ ഇവക്ക് കല്യാണം വേണ്ട. ഒടുവിൽ അവളെ സ്നേഹിച്ചും ക്ഷമിച്ചും ശാസിച്ചും വഴക്ക് പറഞ്ഞു ഒക്കെ നോക്കിയിട്ട് അവൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ഒടുവിൽ അമ്മ തല്ലി, എന്നിട്ടും വേണ്ട. അപ്പോൾ അമ്മ അനിയത്തിയോട് പറഞ്ഞു, ലില്ലിക്കുട്ടി നീ അവളോട് ചോദിച്ചു എന്നെ വരുന്ന നല്ല ആലോചന ഇല്ല, ഇവള് മുടക്കുക. അപ്പം ലില്ലിക്കുട്ടിക്ക് അതിൻ്റെ മട്ടം അറിയാം. ലില്ലിക്കുട്ടി എന്നെ പറഞ്ഞു, ബ്ലസ്സി ഞാൻ നിൻ്റെ അമ്മയുടെ അനിയത്തിയാണെങ്കിലും നമ്മൾ കൂട്ടുകാരെ പോലെ എന്തെങ്കിലും ഉണ്ടേ തുറന്ന്. ഉടനെ അവൾ പറഞ്ഞു, ലില്ലിക്കുട്ടി മാമേ ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനുമായിട്ടൊരു, നീ അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്ത് ആലോചനയാണ് നീ കളഞ്ഞേ. അവൻ്റെ പേര് ഡാനി ജോസഫ്. ആ പേരുണ്ടായി ക്ഷമിക്കണേ, ഡാനി. അപ്പോൾ ചോദിച്ചാൽ IPC ആണെന്നോ ചർച്ച ഇല്ല, അവൻ ഓർത്തഡോക്സാണ്. അതൊക്കത്തില്ല. നിൻ്റെ അപ്പൻ സഭയുടെ സെക്രട്ടറി, ഉപ്പാപ്പൻ കമ്മിറ്റിയിൽ, വല്യപ്പൻ രക്ഷാധികാരി, ചേട്ടൻ ട്രഷാറ്, അമ്മയാന്നേ സോദരി സമാജത്തിൻ്റെ. എന്തായാലും നീ അത് ഉടനെ അവൾ പറഞ്ഞു, ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഡാനിയെ മാത്രമേ. അപ്പം സ്നേഹിച്ചും ക്ഷമിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഇവൾ 8ക്ക് വേടിക്കും അടുക്കുന്നില്ല. അപ്പം പ്രായമുള്ള ആൾക്കാർ പറയും, ജോർജ് കുട്ടി തല്ലിയിട്ട് കാര്യം, അവൾ വേറെ വല്ല കടുങ്കൈ ചെയ്യാൻ എന്തോ ചെയ്യും, അവിടെ ഒരു കാര്യം ചെയ്യുക, അത്യാവശ്യം ചുമതലപ്പെട്ടവർ എന്ന് കല്യാണം നടത്തി അങ്ങ് വിടും. ചിലപ്പോൾ ആ കല്യാണം നടത്തും, ബുദ്ധിയുള്ളവരങ്ങനെ നടത്തും. പക്ഷെ ഈ കല്യാണം അപ്പൻ്റെ ഇഷ്ടപ്രകാരമാണോ? അല്ല, അവിടെ നിർബന്ധത്തിന് എന്ന് പറഞ്ഞതുപോലെ കനാൻ ദേശം ഒത്തുനോക്കാൻ ആൾക്കാരെ വിട്ടത്. ഒന്നുകൂടെ വായിച്ച് തെളിയിക്കാം. വായിക്കല്ലേ? യഹോവ പിന്നെയും അവിടെ അതിന്റെ കണക്ക് യഹോവ പിന്നെയും. അപ്പൊ അതിന്റെ അർത്ഥം മുന്നേ എന്തോ പറഞ്ഞു. മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോഴാ അനീഷ് കാവാലം പിന്നെയും വന്നു എന്ന് പറഞ്ഞ മുന്നേ ഒന്ന് വന്നതാ യഹോവ പിന്നെയും. അപ്പൊ മുന്നേ പറഞ്ഞ കാര്യം അനുസരിക്കാതെ വന്നപ്പോൾ പിന്നെ ദൈവം പറഞ്ഞു ഒത്തു നോക്കാൻ പോകാൻ. വായിപ്പിച്ചിരുന്ന സമയം കളയാൻ നേരമില്ല. എന്തുവാ നേരത്തെ പറഞ്ഞത്? ആവർത്തനം 1:19 മുതൽ വായിച്ചേ പെട്ടെന്ന്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ദൈവം മുന്നമേ എന്നാ പറഞ്ഞത്? ഓടിച്ചു വായിര്. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ ഓടിച്ചു വായിര്. നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ടത് വലുതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ നടന്നാൽ നിങ്ങൾ ഇപ്പോൾ കാദേശ് പറഞ്ഞയിൽ എത്തിയിരിക്കുന്നു. അടുത്ത വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഓടിച്ചു വായിര്. ഇതാ നിന്റെ ദൈവമായ യഹോവ വെച്ചിരിക്കുന്നു, ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പുറപ്പാട് 3:8 അരുളി ചെയ്തതുപോലെ ചെന്ന് കൈവശമാക്കണം. പിന്നെ ഭയപ്പെടരുത്, ധൈര്യപ്പെടുകയും അരുതെന്ന് പറഞ്ഞു. അധൈര്യപ്പെടുകയും വരുന്നത് ഇതാ ദൈവാലോചന. ചെന്ന് കൈവശപ്പെടുത്തണം. പേടിക്കരുത്, ഭ്രമിക്കരുത്, ചഞ്ചലിക്കരുത്. ചെന്ന് കൈവശപ്പെടുത്ത്. ഞാൻ നിനക്ക് മുമ്പായിട്ട് ദൂതനെ
എന്നാറെ നിങ്ങൾ എല്ലാവരും അടുത്തു ആ, വന്നു. ഇത് ദൈവം പറഞ്ഞപ്പോ ഇവരെല്ലാം കൂടെ കമ്മിറ്റി കൗൺസില് ഉണ്ട്, അവരെല്ലാം കൂടെ അടുത്ത് എന്നാറേ നിങ്ങളെല്ലാം കൂടെ അടുത്തു വന്നു. അടുത്ത് വന്നിട്ട് നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. പിന്നെ ഇവരെല്ലാം കൂടെ കമ്മിറ്റി പറഞ്ഞു വെച്ചാൽ നമ്മള് പുള്ളി മേളിൽ ഇരുന്ന് അങ്ങനെ പലതും പറയും, പൊക്കോ വിടുതല ജയമാണ്. പുള്ളി മേളിൽ നമ്മളെ തറയിലാണ് നിൽക്കുന്നത്. നമ്മളെ ബുദ്ധിയോടെ വേണം കാര്യം കൈകാര്യം ചെയ്യാൻ. പുള്ളിക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി പൊക്കോടാന്ന്. പിന്നെ എനിക്ക് പെമ്പളെ ഉള്ളതാ കൊച്ചുങ്ങളുള്ളതാ കയറി ചെന്ന് അവനെങ്ങാനും കീച്ചെങ്കിൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിക്കണം. അവരാദ്യം അങ്ങോട്ട് പോട്ടെ, അവർ ചെന്ന് ദേശമൊക്കെ ഒന്ന് കാണട്ടെ, ഒറ്റ നോക്കട്ടെ. വഴിയുണ്ടോ, ഹൈവേ ആണോ, ഷോർട്ട് കട്ടാണോ, വെള്ളമുണ്ടോ, കിണറുണ്ടോ, കുളമുണ്ടോ, തോടുണ്ടോ, നദിയുണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ, കുടിക്കാനുണ്ടോ, ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, തീരദേശമാണോ, ഇടനാടാണോ, മലനാടാണോ, അറിയണ്ടേ. അപ്പോൾ അവരെ ആദ്യം അങ്ങോട്ട് വിടും. അവർ പോയി ചെന്ന് അത് നന്നായിട്ടൊന്ന് പരിശോധിച്ച് റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് റിപ്പോർട്ടിൻ്റെ വെളിച്ചത്ത് വേണം. അല്ല പുള്ളി പറയാൻ പോലെ ഒന്നും ചാടിപ്പോകരുത്, പുള്ളിയൊക്കെ മേളിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. അടുത്ത വാക്യം വായിച്ചേ. എന്നാറെ നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു. ഓടിച്ചു വായിരേ. നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. നമ്മൾ ചില ആൾക്കാരെ മുൻകൂട്ടി അയക്കുക, അവർ എന്ന് ദേശം ഒത്തു നോക്കി റിപ്പോർട്ട് കൊണ്ടുവരട്ടെ. അടുത്ത വാക്യം വായിര്. നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ആ വാക്ക് എനിക്ക് ബോധിച്ചെന്ന്. ദൈവം പറഞ്ഞത് ബോധിച്ചില്ല. ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് മുമ്പായി പുറപ്പെടും, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്, ഇത് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ദേശമാ, ചെന്ന് കൈവശപ്പെടുത്ത്. ഇതാ ദൈവം പറഞ്ഞേ. അപ്പൊ ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി വെച്ച് പറഞ്ഞു. പുള്ളി അങ്ങനെ പലതും പറയും. നമ്മൾ കുറച്ച് പേരെ തെരഞ്ഞെടുത്ത് ആദ്യം വിടണം, അവർ പോയി പഠിച്ചു വെച്ച് വരട്ടെ. അടുത്ത വാക്യമുണ്ടോ? എന്നാറേ ആ വാക്ക് ബോധിച്ചു. അപ്പൊ തമ്പുരാന് മനസ്സിലായി ഞാൻ പറയുന്ന ഒന്ന് യുവമാര് അംഗീകരിക്കുക. അതുകൊണ്ട് ആ 13:1 പറഞ്ഞത് യഹോവ പിന്നെയും ഒരു കാര്യം പറഞ്ഞ് നിർത്താം. എന്തെല്ലാം വൈതരണി ഉണ്ടായി. എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രമാണം പറയാം. അവിടുത്തെ ഹിതം, അവിടുത്തെ ഹിതം. അതിന് ഏറ്റവും വലിയ മാതൃക യേശു ക്രിസ്തു. ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിയർപ്പ് തുള്ളി രക്തമായി നിലത്ത് വീണപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന്, എന്നിട്ട് ചേർത്ത് പറഞ്ഞു എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം. അടുത്ത വാക്യം നിങ്ങൾ വായിക്കണം. ഇങ്ങനെ എഴുതിയേക്കുന്നത് അവൻ മാനുഷികമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു ഇതൊന്ന് മാറ്റിത്തരാൻ, ചേർത്ത് പറഞ്ഞു എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം. അടുത്ത വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും ദൈവഗതത്തിനായിട്ട് ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ ഭാര്യ നിനക്കെതിരായിരിക്കും, ഭർത്താവ് എതിരായിരിക്കും, മക്കളും എതിരായിട്ട് വരും, സഭക്കാരും ചിലപ്പോൾ തിരിഞ്ഞു വരാം. പക്ഷേ ദൈവം ദൂതനെ വിട്ട് നിന്നെ ശക്തീകരിക്കും. നീ തകർന്നു പോകാൻ ഞാൻ ദൂറ് പറയുക, വചനത്തിൽ കൂടെ ദൂറ് പറയുക. ഒരു പക്ഷേ അവൻ കൗൺസിലെതിരായെന്ന് വരാ, അവൻ നേതാക്കന്മാരെതിരായെന്ന് വരാ, കൂടെ പ്രവർത്തിക്കുന്നവരെതിരായെന്ന് വരാ, അവൻ ഭാര്യ എതിരായെന്ന് വരാ, ഭർത്താവ് എതിരായെന്ന് വരാ, കുഞ്ഞുങ്ങളെതിരായെന്ന് വരാ. പക്ഷേ ഞാനും നിങ്ങളും ദൈവഗതത്തിനായി സമർപ്പിച്ച ലൂക്കോസ് 22:41 മുതൽ താഴോട്ട് പിന്നെ വായിച്ചോ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ഇറക്കി. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും, നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവം ദൂതനെ ഇറക്കും, നിന്നെ ബഹുമാനിക്കുവാൻ ദൈവം ദൂതനെ ഇറക്കും. ദൈവഗതത്തിന് ഏൽപ്പിക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്ക്. ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും, ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്റെ വാക്ക് നിർത്തുന്നു. എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ആദരണീയ കർത്തദാസനോടും കുടുംബത്തോടും സഹശുശ്രൂഷകന്മാരോടും ഈ മാന്യസഭയോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും അച്ചായനെ ഓർപ്പിച്ചല്ലോ. തിരുവല്ലയിലൊരു കൂട്ടായ്മയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്.
ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം, ദൈവഗതത്തിനായി സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. ഈ ദൈവദാസന് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു വീട് പണിയാനൊക്കെ അതൊന്നും പറയാം.